ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജോൺ ജോഷി സർ, അഡ്വക്കേറ്റ് എൻ്റെ കൊളീഗായ സുഹൃത്തായ അഡ്വക്കേറ്റ് സജി ജോസഫ്, പ്രസിഡന്റ് മെമ്പർ, പ്രിയ സുഹൃത്ത്, ഞാനിന്ന് കൂടുതലായും നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് നിയമപരമായിട്ട് പറഞ്ഞാൽ അറിയാനുള്ളൊരു കാര്യം, ഈ ഡിസേബിൾഡ് ആയിട്ട് ആളുകൾക്ക് വേണ്ടി 95 ഒരു നിയമം വന്നിട്ടുണ്ട്. പക്ഷെ ആ നിയമം വന്നതിന് ശേഷമാണ് പലപ്പോഴും ഡിഫറെൻ്റ് ഏബിൾഡായ ഭിന്നശേഷിക്കാരായ ആളുകൾ വീട്ടിൽ ഒരു ചെറിയ കൂട്ടമായിട്ടിരുന്ന ആളുകൾ ഇപ്പോൾ കൂടുതലായി പല രീതിയിൽ വിദ്യാഭ്യാസം കിട്ടുന്ന സാഹചര്യങ്ങളുണ്ടായി. അതുപോലെ തന്നെ ചെറിയ രീതിയിലാണെങ്കിലും ലോട്ടറി കച്ചവടം, അല്ലായെങ്കിൽ ടെലിഫോൺ ബൂത്ത്, ഇതൊക്കെ ലഭിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടായി. പക്ഷെ അതിനുശേഷം അതൊന്നും പോരാ. കാരണം ഇതെല്ലാം കുറേയേറെ അവകാശങ്ങൾ, ഇവരുമായിട്ട് ബന്ധപ്പെട്ട കുറേയേറെ അവകാശങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ അവരെ കൂടുതലായിട്ട് അവരുടെ പല സേവനങ്ങളും സമൂഹത്തിന് ആവശ്യമാണ്. അത് സമൂഹത്തെ സംബന്ധിച്ച് അത് അവരുടെ ഉന്നമനം ഒരു കടമയാണ് എന്നുള്ള രീതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലാണ് പുതിയൊരു ആക്ട് 2016 നമ്മുടെ നാട്ടിൽ വരുന്ന സാഹചര്യങ്ങളുണ്ടായത്. ആ ആക്ടിന്റെ പേരാണ് RPPWD ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആക്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 95 വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം 2016 ആക്ട് ആയപ്പോഴേക്കും ഒത്തിരിയേറെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് എഴുതി ചേർക്കുന്ന സാഹചര്യമാണ്. ഒരു റൈറ്റ് ബേസ്ഡ്, അതായത് കൂടുതലായിട്ട് അവകാശങ്ങളായി, അതായത് അത് നിങ്ങൾക്ക് ധരിക്കപ്പെട്ടുകയുള്ളൂ. ഇങ്ങനെയുള്ള ആളുകൾക്ക്, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക്, ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ അവകാശങ്ങൾ ധരിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും പോലീസിനെയോ അല്ലെങ്കിൽ അതുമായിപ്പെട്ട അതോറിറ്റീസിനെയോ കോടതിയെയോ, ഇതൊന്നും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷണേഴ്സ് ഒക്കെ ഉണ്ട്, അവരെയും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം. മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 95 ആക്ടില് 7 ഡിസബിലിറ്റികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സാധനയെ കുറിച്ചൊന്നും ഞാൻ അത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 15-20 ക്ലാസ്സാണ്. 7 തരം ഡിസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണാറുള്ള കേൾവിക്കുറവ്, കാഴ്ചക്കുറവ്, അല്ലെങ്കിൽ മൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെയുള്ള മെന്റൽ ഇൽനെസ്, മാനസിക ബുദ്ധിമുട്ട്, ഇതൊക്കെയായിട്ടുള്ളത്. പക്ഷേ ഈ 2016 ആക്ട് വന്നപ്പോഴേക്കും 21 ഡിസബിലിറ്റികളെ അതിലേക്ക് എത്തിച്ചേർക്കുന്ന സാഹചര്യമാണ്. 21 ഡിസബിലിറ്റികൾ. അതിൻ്റെ അകത്ത് 21 ഡിസബിലിറ്റികളെ കുറിച്ചും എനിക്ക് പറയാനുള്ള സമയമില്ല. പക്ഷെ ഞാൻ ഉദാഹരണത്തിന് പറയാം. ഡ്വാർഫിസം, പൊക്കം കുറവ്, അല്ലാതെ ആസിഡ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആളുകൾ നിങ്ങൾ ചെറുപ്പപ്പെട്ടിട്ടുണ്ടായിരിക്കും. സ്ത്രീകളൊക്കെ ഒഴികളെ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും വിരോധം നീക്കാൻ വേണ്ടി ആസിഡൊക്കെ ഒഴിക്കുക. അപ്പോൾ അവരുടെ മുഖാമുദ്രകമായി പോകും. അതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി, കുട്ടികളുടെ പഠന വൈകല്യങ്ങൾ, പിന്നെ ചില ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസുകൾ, ഇതൊക്കെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടും. അപ്പോൾ 21 തരം ഡിസബിലിറ്റികൾ ഈ 2016 ആക്ട് പ്രകാരമുണ്ട്. അതാണ് മെയിനായിട്ടുള്ള വ്യത്യാസം. പക്ഷേ ഈ ആക്ടിലേക്ക് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വരും എക്കോ ഗൂഗിൾ വെച്ചിട്ടല്ല. എക്കോ വരുന്നു. അപ്പോൾ ഈ 2016 ആക്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അതായത് ഡിവിഡിബിലിറ്റി, അതായത് ഏതൊരു വ്യക്തിക്ക് നമ്മളുടെ ഭരണഘടന അനുസരിച്ച് നമ്മളുടെ അപ്പൊ 2016 വന്നു കഴിഞ്ഞപ്പോൾ, ഈ ആക്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഭരണഘടന അനുസരിച്ച് ഓരോ വ്യക്തിക്കും നമ്മളുടെ നാട്ടിലെ ഏറ്റവും ഭംഗിയായിട്ട് ജീവിക്കാൻ, ലീവ് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയും, അതായത് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമം നിലവിൽ വന്നപ്പോൾ ചൂഷണങ്ങൾക്കെതിരായിട്ട്, അതായത് ഇങ്ങനെയുള്ള
വ്യക്തികൾ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ചൂഷണം ചെയ്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പീഡനങ്ങൾക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള നിയമം ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പൊ ഈ ഇങ്ങനെ ഒരു വ്യക്തിയെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിനാണ്, മജിസ്ട്രേറ്റിന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന് പറയും, അങ്ങനെയുള്ള ആളുകൾക്ക് ഇതിൽ ഇടപെടാനും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാനുമുള്ള ചില വ്യവസ്ഥകൾ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലാണ് കംപ്ലൈൻറ്റ് കിട്ടുന്നതിലൂടെ ഒരാളെ ഉപദ്രവിക്കുകയാണ് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളെ ഉപദ്രവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യണം? ആ പോലീസുകാരൻ പ്രയോറിറ്റി ബേസിൽ, അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രയോറിറ്റി ബേസിൽ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും അവർ ചെയ്തു കൊടുക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇവർക്ക് ഫ്രീ ആയിട്ടുള്ള ലീഗൽ എയ്ഡ്, അതായത് സൗജന്യ നിയമസഹായത്തിനുള്ള അർഹതയുണ്ട്. സൗജന്യ നിയമസഹായത്തിന് അർഹതയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പോലീസ് സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ അവർ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഇതുമായിട്ട് വരുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ചിലപ്പോൾ അറിയണമെന്നില്ല സൗജന്യ നിയമസഹായം ഉണ്ട് എന്നുള്ള ഉള്ള കാര്യം ഇപ്പോൾ അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതിനെക്കുറിച്ച്? സൗജന്യ നിയമസഹായത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ചിലർ കേട്ടിട്ടുണ്ട്, ചിലർ കേട്ടിട്ടില്ല. അപ്പോൾ എന്താണ് സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഒരു ആക്ടിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും അവർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ പോലീസ് എന്ത് ചെയ്യണം? അതായത് സൗജന്യ നിയമസഹായം ഉണ്ട് എന്ന് പറയുക, പ്രയോറിറ്റി ബേസിൽ അവരുടെ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്തേതാണോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത്, അതായത് NGOs, ഇതൊരു NGO ആണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒത്തിരിയേറെ NGOs ആ പരിസരത്ത് കാണും. ആ NGOsനെ ഈ പോലീസുകാർ ഈ കാര്യങ്ങൾ അറിയിക്കാനും ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഞാൻ കുറേയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ നിയമത്തിന്റെ കീഴിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താണ് പ്രയോജനം? അതായത് ഇതൊരു റൈറ്റാണ്, നമ്മളുടെ ഒരു അവകാശമാണ്, ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു അവകാശമാണ് എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം അതിൻ്റെ അകത്ത് പറയുന്നത് സെക്ഷൻ 9 അനുസരിച്ച്, അത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്. കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, ഡിസേബിൾഡ് ആയിട്ടുള്ള ഡിഫറൻലി ഏബിൾഡ് ആയ കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികളെ നോക്കേണ്ടത് പേരൻസിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു കാരണവശാലും ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടിയെ സ്ഥിരമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു കാരണവശാലും മാറ്റാൻ പാടില്ല. അങ്ങനെ മാറ്റണമെന്നുണ്ടെങ്കിൽ കോടതിയുടെ പ്രത്യേക ഓർഡർ വേണം. കോടതിയുടെ പ്രത്യേക ഓർഡർ ഇല്ലാതെ ഒരു കാരണവശാലും കുട്ടിയെ മാറ്റാൻ പാടില്ല. അപ്പോൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ, ഇപ്പോൾ കുട്ടിയെ മാറ്റുന്ന ചില സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പേരൻസ് 2 പേരും ഡിസേബിൾഡ് ആണ്, ഏതെങ്കിലും കാഴ്ചയില്ലാത്ത ആളുകളാണ്, അല്ലെങ്കിൽ കേൾവിയില്ലാത്ത ആളുകൾക്ക് അത്രയും ഇല്ല, പക്ഷെ 2 പേർക്കും കാഴ്ചയില്ലാത്ത ആളുകളാണെങ്കിൽ കുട്ടിയെ വളർത്താൻ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും കോടതിയിൽ നിന്നുള്ള സാങ്ഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ ആ കുട്ടിയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പാടുള്ളൂ. മാക്സിമം പേരൻസിൻ്റെ അടുത്ത് തന്നെ നിർത്തി വളർത്തണം. അതിനുള്ള മറ്റൊത്തിരി സഹായങ്ങൾ ഗവൺമെൻറ് ആ കുട്ടികൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു കുട്ടികളെ മാറ്റണമെന്നുണ്ടെങ്കിൽ കോടതിയുടെ ഓർഡർ വേണം. അതിൻ്റെ അകത്ത് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ചൈൽഡ്, അതായത് കുട്ടിയുടെ ഏറ്റവും നല്ല ഭാവിക്ക് എന്താണോ യോജിക്കുന്നത് ആ രീതിയിൽ മാത്രമാണ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് വരുന്നതാണ്, നമുക്കറിയാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളെ കുറിച്ച് പറയുന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് കുട്ടികളെ നമ്മുടെ ഏറ്റവും അടുത്ത സ്കൂളിൽ ഗവൺമെന്റിന്റെ എയ്ഡ് കിട്ടുന്നതോ അല്ലെങ്കിൽ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്ത ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള സ്കൂളിൽ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കണം. നമുക്ക് ആ കുട്ടിക്ക് തൊട്ടടുത്ത സ്കൂളിൽ വേണ്ട, സ്പെഷ്യൽ സ്കൂളിലാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ അതിന് കുഴപ്പമില്ല. പക്ഷേ ഗവൺമെന്റിന്റെ പോളിസി അനുസരിച്ച് ഏറ്റവും അടുത്തുള്ള സ്കൂളുകളിൽ കുട്ടിക്ക് പ്രവേശനം കിട്ടിയിരിക്കണം. പലപ്പോഴും പല പേരൻസും നമ്മുടെ അടുത്ത് വന്ന് പറയാറുണ്ട്, നമ്മുടെ കുട്ടിയുമായിട്ട് അടുത്ത സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് പല ബുദ്ധിമുട്ടുകളും പറഞ്ഞു എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്ത്, കാരണം എല്ലാ സ്കൂളുകൾക്കും ഗവൺമെന്റ് റെക്കഗ്നേഷൻ വേണമല്ലോ, നമുക്കറിയാവുന്നതാണ്. അങ്ങനെ റെക്കഗ്നൈസ് ചെയ്ത സ്കൂളുകളാണെങ്കിൽ നിർബന്ധമായിട്ട് ഈ കുട്ടികൾക്ക് അവിടെ തന്നെ അഡ്മിഷൻ കൊടുക്കണമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളിൽ ഹയർ എഡ്യൂക്കേഷൻ്റെ റിസർവേഷനെ കുറിച്ച് പറയുന്നതിലാണ് 5% റിസർവേഷൻ. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 5% റിസർവേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു കോളേജിൽ 1000 സീറ്റ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ 5% എന്ന് പറയുമ്പോൾ എത്രയാണ്? 50 സീറ്റ് അല്ലെ? 5% നിൽക്കില്ല അല്ലെ? 50 സീറ്റാണ്. അപ്പോൾ ശരിക്കും ചില കോളേജുകൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ 100%
ഈ 1000 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ 50% സീറ്റ് എടുത്തിട്ട് അവിടെ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ മോശപ്പെട്ട ഏതെങ്കിലും കോഴ്സുകൾ, ഇപ്പോൾ ഹിസ്റ്ററി എപ്പോഴത്തേക്ക് അത് മോശമാണെന്നല്ല ഞാൻ പറയുമെങ്കിലും കമ്പാരിറ്റീവ്ലി ഇപ്പോൾ മാത്സും ഫിസിക്സും ഒക്കെ ഉള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആർട്സ് വിഷയങ്ങളിലേക്ക് ഈ സീറ്റുകളൊക്കെ തള്ളി കയറ്റിയിട്ട് പറയും ശരി ഇത് ഞങ്ങളിവിടെ 50% കൊടുത്തിട്ടുണ്ട്. പക്ഷെ അടുത്തിടെ കമ്മീഷൻ്റെ ഒരു വിധി ഉണ്ടായിട്ടുണ്ട്. അതായത് ഓരോ കോഴ്സിലും 5% റിസർവേഷൻ ഉണ്ട്. അതായത് 1000 കുട്ടികളുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ കോഴ്സിനും അത് ആ രീതിയിലുള്ള റിസർവേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വേണമെന്ന് പറഞ്ഞ് കമ്മീഷൻ്റെ ഉത്തരവുണ്ടായിട്ടുണ്ട്. അതാണ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷനിലൊക്കെ അത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ ആ കുട്ടികൾക്ക് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഗവൺമെൻറ് ചെയ്തു കൊടുക്കണമെന്നുണ്ട്. ഇങ്ങനെയുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുള്ള സ്കൂളുകളിൽ അവരുടെ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടി പറ്റുന്ന സാഹചര്യങ്ങൾ, അതായത് ഇപ്പോൾ കുട്ടിക്ക് കാലം വയ്യാത്ത കുട്ടിയാണെങ്കിൽ റെയിൽ വേണം. കാരണം നമുക്കറിയാം കുട്ടിക്ക് ചിലപ്പോൾ സ്റ്റെപ്പ് കയറി പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ റെയിലുകൾ വേണം. അതുപോലെ തന്നെ എന്തൊക്കെ സൗകര്യങ്ങൾ വേണമോ ആ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് നിയമത്തിൽ വ്യക്തമായിട്ട് നിഷ്കർഷിക്കുന്നുണ്ട്. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇപ്പോഴും നമ്മളുടെ കുട്ടികൾ, കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ അടുത്ത് വന്ന ഒരു കേസ് ഉണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് നമ്മുടെ ഇവിടെയുള്ള ഒരു കോളേജിൽ അഡ്മിഷൻ വേണം. +2 വരെ പഠിച്ച കുട്ടിയാണ്. അപ്പോൾ ഡിഗ്രിക്ക് ഒരു അഡ്മിഷൻ വേണമെന്ന് പറയുമ്പോൾ അവർക്ക് ചെന്ന് ചോദിക്കാൻ ഒരു പേടിയാണ്. ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, പക്ഷേ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ചെന്ന് ചോദിച്ചാൽ എങ്ങനെയാകും, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കുന്ന കാര്യം. പക്ഷെ നമ്മൾ അങ്ങനെ ഒരിക്കലും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇത് നിയമത്തിൽ എഴുതിയിരിക്കുന്നതാണ്. നിയമത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കിട്ടാനുള്ള അവകാശങ്ങളുണ്ട്. അതവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മീഷൻ്റെ എടുത്തോ അല്ലെങ്കിൽ മേലധികാരിയുടെ എടുത്തോ അത് കംപ്ലൈൻ്റ് ആയിട്ട് എഴുതി കൊടുത്താൽ ഉറപ്പായിട്ടും അവരുടെ ലൈസൻസോ അല്ലെങ്കിൽ എന്താണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്യാൻസൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് അവകാശങ്ങൾ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം. പിന്നീട് മെയിനായിട്ട് പറയുന്ന എഡ്യൂക്കേഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് പറയുന്ന ഒരു കാര്യം ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40% അതിൽ കൂടുതലുമുള്ള ഡിസബിലിറ്റിയാണ് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി. പിന്നെ പെർമനന്റ് ഡിസബിലിറ്റി പലപ്പോഴും പലരും ചോദിക്കുന്ന കാര്യമാണ്. പെർമനന്റ് ഡിസബിലിറ്റി ആയിട്ട് ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര വർഷം പഴക്കമുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിലും പിന്നീട് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ചിലപ്പോൾ അത്ര ബോധമില്ലാത്ത ആളുകളാണെങ്കിൽ, ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളാണെങ്കിൽ പറയും ഇത് 10 വർഷം മുമ്പുള്ള സർട്ടിഫിക്കറ്റ്, ഇതൊന്നും പറ്റില്ല. അപ്പോൾ കോടതിയിൽ പോലും നമ്മൾ സെക്ഷനിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പഴയ സർട്ടിഫിക്കറ്റാണ്, ഇതൊന്നും പറ്റില്ല, പുതിയ സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളത്. പെർമനന്റ് ഡിസബിലിറ്റി ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾ സർട്ടിഫിക്കറ്റിൽ നോക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം സർട്ടിഫിക്കറ്റ് മതി. അത് എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും അതിനെക്കുറിച്ച് നിങ്ങൾ ബോധ ചെയ്യേണ്ട. ടെമ്പററി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ കോടതിയിലേക്കുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പുതുക്കി എടുക്കേണ്ട സാഹചര്യം വരും. പിന്നെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച്, സ്വത്തുക്കൾ അത് സെക്ഷൻ 13 പറയുന്നത്. സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഇവർക്ക് സ്വന്തമായിട്ട് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് സെക്ഷൻ 13 അനുസരിച്ച് സ്വന്തമായിട്ട് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിൻ്റെ ഒരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റൽ ഇൽനെസ് ഉള്ള ആളുകൾക്ക് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിന് അവർക്ക് ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ വാക്ക് പറയുന്നത് ലീഗലി ബൈൻഡിങ് ഡിസിഷൻസ്, അതായത് നിയമപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള പ്രാപ്തിത്വമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള വ്യക്തികൾ ഇതിൻ്റെ അകത്തുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കോടതി മുഖേന നമുക്കൊരു ഗാർഡിയനെ വെക്കാം. അപ്പോൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിക്കുറവും അങ്ങനെയുള്ള ആളുകളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ അത് വ്യക്തമായിട്ട് കാണും. മെഡിക്കൽ ബോർഡിലാണ്, ഒരു സിംഗിൾ സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല, മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റിൽ നമ്മളൊക്കെ ഈ മാനസിക അസ്വാസ്ഥ്യമുള്ള ആളുകളെ ഇങ്ങനെയുള്ള കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോകുമ്പോൾ മെഡിക്കൽ ബോർഡിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ മെഡിക്കൽ ബോർഡിൽ നിന്ന് വരുന്ന സർട്ടിഫിക്കറ്റിൽ അവർ വ്യക്തമായിട്ട് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിക്കുറവുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിക്കുറവുള്ള ആളുകളാണെങ്കിൽ അവർക്ക് നമുക്കൊരു ഗാർഡിയനെ വെച്ച് കൊടുക്കണം. ഈ ഗാർഡിയനെ വെച്ച് കൊടുക്കുമ്പോൾ പലപ്പോഴും ആളുകളുടെ ചിന്ത ഇവരുടെ സ്വത്തും അതുപോലെ തന്നെ അവരുടെ അസറ്റുകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മുടെ പേരിലായി എന്നാണ്. ഇപ്പോൾ തന്നെ അടുത്തിടെ ഒരു കേസ് വന്നു. ആ കേസിൻ്റെ അകത്ത് കുട്ടികളുടെ 2 കുട്ടിയല്ല, പ്രായമുള്ള ആളാണ്, പക്ഷെ നമ്മൾ
കുട്ടി എന്ന് പറയുന്നുവെങ്കിലും 2 പേരൻസും മരിച്ചുപോയി. ഇപ്പോൾ 2 പേരൻസും മരിച്ചു പോയതിനു ശേഷം ഈ പയ്യന് മെൻ്റലി ഇല്ലാണ്. പയ്യൻ മെൻ്റലി ഇല്ലായ പയ്യൻ ഇപ്പോൾ മെൻ്റൽ ഹോസ്പിറ്റലാണ്. അപ്പോൾ ആ പയ്യന് ഇത്രയും സ്വത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ആ പയ്യൻ്റെ അമ്മയുടെ സിസ്റ്ററിനെ ഗാർഡിയനായിട്ട് കോടതിയിലേക്ക് വെക്കാൻ വേണ്ടി ഞങ്ങൾ കാര്യങ്ങളൊക്കെ നീക്കി. കോടതി എന്ത് ചെയ്തു? അതിൻ്റെ ആ ബാങ്കിൽ കിടക്കുന്ന മുഴുവൻ അസറ്റുകളുടെയും ഇവനുള്ള പ്രോപ്പർട്ടികളുടെയൊക്കെ ഗാർഡിയനായിട്ട് ഈ സിസ്റ്ററിനെ വെച്ചു. അപ്പോൾ ഇവരെ വെക്കുമ്പോൾ ഇവരുടെ വിചാരം എന്താണ്? ഈ അസറ്റുകളും ഈ പണവും എല്ലാം ഇനി എൻ്റേതായി എന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. വ്യക്തമായിട്ട് നിയമത്തിൽ പറയുന്നുണ്ട് ലിമിറ്റഡ് ഗാർഡിയൻ എന്ന് പറയും. അതായത് ഈ സ്വത്തുക്കൾ എന്തിനു വേണ്ടിയായിരിക്കണം നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? ഈ വ്യക്തിയുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, അവരുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസ്, അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ ആ പണം എടുത്ത് ചെലവാക്കാൻ പാടുള്ളൂ. ഗാർഡിയനായിട്ട് കോടതിയിൽ നിന്ന് നമുക്കൊരു വിധി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 6 മാസം കൂടുമ്പോൾ നമ്മൾ കണക്കുകൾ കോടതിയിൽ ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ 6 മാസവും എന്തൊക്കെ എക്സ്പെൻസുകളാണ് വന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് കോടതിയിൽ ബോധിപ്പിക്കണം. അപ്പോൾ ആളുകളുടെ പൊതുജനങ്ങളുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. ഇപ്പോൾ ഗാർഡിയനായിട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ സുഖമാണ്, ഇവരുടെ സ്വത്തുക്കളൊക്കെ എടുത്ത് എനിക്ക് ഇഷ്ടമുള്ള അങ്ങനെ ചെയ്യാൻ പാടില്ല. വ്യക്തമായിട്ട് പറയുന്നു. അതായത് ഒരു രീതിയിലും അവരുടെ സ്വത്തുക്കൾ ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. പിന്നെ ഈ ലേണിംഗ് ഡിസബിലിറ്റിയുടെ കാര്യങ്ങളിലൊക്കെ പറയുന്നത് 5 വർഷത്തിനുള്ളിൽ എല്ലാ 5 വർഷം കൂടുമ്പോഴും സ്കൂളുകളിൽ ലേണിംഗ് ഡിസബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കണക്കെടുക്കണമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ആദ്യത്തെ കണക്ക് ഈ നിയമം വന്ന് 2 വർഷത്തിനുള്ളിൽ എടുക്കണമെന്ന് പറയുന്നു. ലേണിംഗ് ഡിസബിലിറ്റിയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എഴുതാൻ കൂടുതൽ സമയം, അതുപോലെ തന്നെ ചില ലാംഗ്വേജസ്, തേർഡ് ലാംഗ്വേജസ് ഒന്നും പഠിക്കേണ്ട, അങ്ങനെയുള്ള കുറേയേറെ ആനുകൂല്യങ്ങളുണ്ട്. പക്ഷേ ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ അറിയേണ്ട കാര്യം ഇപ്പോൾ പുതിയ ഇത് വന്നിട്ടുണ്ട്. നമ്മൾ സ്കൂൾ തുറന്ന് ഇമ്മീഡിയറ്റ്ലി തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ഇടണം എന്നൊക്കെ പറയുന്നുണ്ട്. ഡിസംബറിനുള്ളിൽ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കാര്യങ്ങൾ ചെയ്തിരിക്കണം. അല്ലാണ്ട് നമ്മൾ ആ എക്സാമിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടാനുള്ള സാഹചര്യങ്ങൾ കുറവാണ് എന്ന് പറയുന്നു. അപ്പോൾ അതാണ് ലേണിംഗ് ഡിസബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ തൊഴിൽ സ്ഥലങ്ങളിലെ കുറിച്ച് പറയുന്ന പരിഗണനകൾ, തൊഴിൽ സ്ഥലങ്ങളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ്. ഇവർക്ക് ലോണുകളിൽ ഒരു പ്രത്യേക ഒരു പ്രയോറിറ്റി കൊടുക്കണമെന്ന് പറയുന്നു. അതുപോലെ വൊക്കേഷണൽ ട്രെയിനിങ്ങൊക്കെ ഗവൺമെൻറ് തലത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നൊക്കെ സെക്ഷൻ 19-ലാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രൊമോഷനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരാൾ ജോലിയിലിരിക്കെ എന്തെങ്കിലും ആക്സിഡൻറ്റ് വന്നു, ഡിസേബിൾഡായി, അല്ല എന്നുണ്ടെങ്കിൽ ജന്മനാ ഉള്ള ഡിസബിലിറ്റി, ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും പ്രൊമോഷൻ്റെ ബേസിൽ വരുമ്പോൾ അങ്ങനെ ഒരു അസുഖം ആയതുകൊണ്ട് പ്രൊമോഷൻ തരില്ല എന്ന് പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഡിസേബിൾഡ് ആണെങ്കിൽ പോലും അത് ഏത് ജോലിയാണെങ്കിലും പ്രൊമോഷനെ ബാധിക്കാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് നിയമത്തിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രീവൻസ് റിഡ്രസൽ ഓഫീസറുണ്ട്. അതുപോലെ കമ്മീഷനുണ്ട്, ഒരു സ്റ്റേറ്റ് കമ്മീഷനുണ്ട്. ഇവരുടെ രണ്ടിടത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് പരാതികളുണ്ടെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. എന്ത് പരാതികളായിരിക്കും? എന്ത് പരാതികൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുമ്പോൾ നമുക്കൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല, ഞാൻ പറഞ്ഞത് ഈ 5% അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് സ്കൂളുകളിൽ അല്ലെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാത്ത സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളുണ്ട്, അവരെ നമുക്ക് സമീപിക്കാവുന്ന സാഹചര്യങ്ങളുണ്ട്. ഇൻഷുറൻസ് സ്കീമുകളെ കുറിച്ച് പറയുന്നുണ്ട്, ഹെൽത്ത് കെയറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞു ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ 40% കൂടുതൽ ഡിസബിലിറ്റിയാണ്. പിന്നെ മെഡിക്കൽ ബോർഡിനെ കുറിച്ച് പറഞ്ഞു. മെഡിക്കൽ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഡിസബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തിട്ട് കാര്യമില്ല. നമ്മൾ വ്യക്തമായിട്ട് അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ, മെഡിക്കൽ ബോർഡിൽ തന്നെ പോയിട്ടെടുക്കണം. പിന്നെ അതിൻ്റെ അകത്ത് വ്യത്യാസം, അതിൻ്റെ അകത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കണമെന്നുള്ള വളരെ ചുരുക്കം ചില ഡോക്യുമെൻറ്റ്സ് മാത്രം കൊടുത്താൽ മതി. ID കാർഡ് മാത്രം മതി എന്ന് തന്നെയാണ് പറയുന്നത്. മറ്റുള്ള കാര്യങ്ങളൊന്നും ഒത്തിരി രേഖകളൊന്നും ചോദിച്ച് ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ അങ്ങനെ ഒരു ID കാർഡിനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റിനോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അധികാരികളെ സമീപിക്കാവുന്നതാണ്. കാരണം എന്താണ്? അതാണ് റൈറ്റ് ബേസ്ഡ് അപ്രോച്ച്. അതായത് ഇത് നമ്മളുടെ അവകാശമാണ്. ആ അവകാശത്തെ ഹനിക്കുന്ന രീതിയിൽ ആരെവിടെ ചെയ്താലും നമുക്ക് ഇതിൻ്റെ അകത്ത്
തന്നെ ഒത്തിരിയേറെ ഓഫീസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അവരെ നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അതായത് വീട് വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ 5% റിസർവേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ എത്രമാത്രം നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ എന്തായാലും നിയമത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ആക്ടാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളും കാര്യങ്ങളും ചെയ്യണമെന്ന് പറയുന്നു. പിന്നെ പറയുന്നത് പബ്ലിക് ബിൽഡിങ്ങുകൾ. അങ്ങനെ കാണുമ്പോഴാണ് ഈ നിയമത്തിൻ്റെ ഒരു വ്യക്തത മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പബ്ലിക് ബിൽഡിങ്ങുകൾ, ഇപ്പോൾ സിനിമാ ഷോപ്പുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കാണുന്ന ഏത് സ്കൂളുകൾ, കോളേജുകൾ, ഇതെല്ലാം പബ്ലിക് ബിൽഡിങ്ങുകൾ വേണമെങ്കിൽ പറയാം. ആ ബിൽഡിങ്ങുകളിൽ ഈ ഡിസേബിൾഡ് അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തിരിക്കണം. അതെന്താണ്? അതായത് അവിടെ റെയില്, അതുപോലെ തന്നെ ഇപ്പോൾ ലിഫ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ വേണം. അപ്പോൾ 5 വർഷം ഈ നിയമം വന്ന് 5 വർഷത്തിനുള്ളിൽ ഇങ്ങനെയുള്ള കാര്യം ചെയ്യണമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ 5 വർഷത്തിനുള്ളിൽ അത് അതാത് ഗവൺമെൻറ് ചെയ്തിരിക്കും. അപ്പോൾ 2021 2016 വന്നതാണ്. അപ്പോൾ ഈ 5 വർഷത്തിനുള്ളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ സ്ഥാപനങ്ങളും ചെയ്തിരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ചെയ്യാത്ത സ്ഥാപനങ്ങൾക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് പോലും അല്ലെങ്കിൽ ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് പോലും കൊടുക്കാൻ പാടില്ല എന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നുണ്ട്. രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. വ്യക്തമായിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ സ്ഥാപിക്കണം. താമസിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ വ്യക്തമായിട്ടുള്ള രജിസ്ട്രേഷൻ വേണം, അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് വേണം. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡ്, സെൻട്രൽ അഡ്വൈസറി ബോർഡ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ബോർഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കമ്മീഷൻ്റെ കാര്യം പറഞ്ഞു. സിവിൽ കോടതിയുടെ അധികാരങ്ങളുള്ള ഒരു കമ്മീഷണറാണ് ഡിസേബിൾഡ്. ആ കമ്മീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു കമ്മീഷണറാണ്. ആ കമ്മീഷണർക്ക് സിവിൽ കോടതിയുടെ അധികാരങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പരാതി കൊണ്ടുപോയി കൊടുക്കും. ഏതൊരു ഓഫീസിൽ ചെന്നു, ആ ഓഫീസിൽ ചെന്നപ്പോൾ നമ്മുടെ കാര്യങ്ങൾ മര്യാദയ്ക്ക് നടന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം? ഈ കമ്മീഷണർക്ക് ആ ഓഫീസിനോട് ചോദിച്ചിട്ട് ആ ഫയലുകൾ പിടിപ്പിക്കാനും രേഖകൾ ഹാജരാക്കാനും ഒക്കെ പറയും. അതാണ് കമ്മീഷണറുടെ പദവി എന്ന് പറയുന്നത്. അപ്പോൾ സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളുമുള്ള ഒരു കമ്മീഷണർ ഇങ്ങനെയുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ ക്ഷേമത്തിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. റെക്കമെൻഡേഷൻസ് എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ റെക്കമെൻഡേഷൻസ് ഒക്കെ കമ്മീഷണർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഇട തന്നെ കമ്മീഷൻ്റെ എടുക്കുന്ന കുറേയേറെ കാര്യങ്ങൾ ഞാൻ പേപ്പറിലൊക്കെ വായിക്കുകയുണ്ടായി. കുറച്ചേറെ കാര്യങ്ങൾ പറയുന്ന സാധ്യതയുണ്ട്. ഏതൊക്കെയാണെന്ന് ഞാൻ വ്യക്തമായിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ കമ്മീഷണർക്ക് ചെയ്യാം. പിന്നെ സ്പെഷ്യൽ കോടതികളെ കുറിച്ച് 84-85 വകുപ്പിലൊക്കെ സ്പെഷ്യൽ കോടതികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിനായിട്ട് സ്പെഷ്യൽ കോടതികൾ, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ വന്നു കഴിഞ്ഞാൽ സ്പെഷ്യൽ കോർട്ടിലേക്ക് പോയിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് തീരണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നില്ല, അത് കേസായി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി സ്പെഷ്യൽ കോടതികൾ പറയുന്നുണ്ട്. പക്ഷേ സ്പെഷ്യൽ കോടതികളൊന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ ആ രീതിയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതിൻ്റെ അകത്ത് വേറെ ഏറ്റവും ഒരു പീനൽ പ്രൊവിഷൻ അതിൻ്റെ അകത്തുള്ളത്, അതായത് ഈ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്നുള്ള ഒരു കാര്യം ആരെങ്കിലും പറ്റിച്ച് അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിക്ക് മെഡിക്കൽ ബോർഡിനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ മേടിക്കുന്ന ആൾക്ക് എന്ത് സംഭവിക്കാം? ക്രിമിനൽ കേസ് വരുന്നതാണ്. ആ ക്രിമിനൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസും കാര്യങ്ങളിലേക്ക് പുറത്തു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പിന്നെ പൊതു സ്ഥലത്ത് വെച്ച് ഭിന്നശേഷിയുള്ള ഒരു വ്യക്തിയെ അപമാനിക്കുകയോ നാണം കെടുത്തുകയോ ചെയ്യുക എന്താണ്? ഇപ്പൊ നമ്മൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് അല്ലെങ്കിൽ ബസ്സിൽ കയറാനാവുമ്പോൾ വാക്കുകൾ ഒന്നിൽ പൊട്ടൻ അല്ലെങ്കിൽ ചട്ടൻ അല്ലെങ്കിൽ കേൾവി ഇല്ലാത്ത കാര്യങ്ങൾ. എനിക്ക് തോന്നുന്ന ഒരു 6 മാസം 1 വർഷം മുമ്പ് ഒരു സിനിമ ഇറങ്ങിയായിട്ട് പൊട്ടെന്നോ അങ്ങനെ എന്തൊരു പേരിൽ, പക്ഷേ സെൻസർ ബോർഡ് നിരോധിക്കുക, ആ പേരിനകത്ത് ഇറക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ വരുന്ന സാഹചര്യം. അപ്പം ഒരു കാരണവശാലും പൊതുസ്ഥലങ്ങളിൽ വെച്ച് ഇങ്ങനെയുള്ള ആളുകളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് കേസ് കൊടുക്കാം. 6 മാസം മുതൽ 5 വർഷം വരെയുള്ള
തടവ് ശിക്ഷ അങ്ങനെ അപമാനിക്കുന്ന വ്യക്തികൾക്കുണ്ടാകും. ഇപ്പം അവർ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവർ ഉപദ്രവിക്കുക, ബലപ്രയോഗം നടത്തുക, അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള പ്രത്യേകിച്ചും സ്ത്രീകളെ അപമാനിക്കുക, ലൈംഗികമായിട്ട് ഉപദ്രവിക്കുക, ഇതിനൊക്കെ കുറച്ചുകൂടി കൂടിയ ശിക്ഷ ഉള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ആളുകളെ ഉപദ്രവിക്കാനോ ബലപ്രയോഗം ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. അപ്പോൾ അതിന് ഞാനൊരു ഉദാഹരണം പറയാം. കാരണം സമയം പോയിന്ന് വന്നു, എനിക്ക് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് ചെയ്തേക്കാം. അതായത് ഒരു കേസ് വരുന്നു, ഒരു കേസ് ഒരാളെ അടിച്ചു എന്നുള്ള കേസ്, നമുക്കറിയാം ഒരാളെ അടിച്ചു കഴിഞ്ഞാൽ IPC അനുസരിച്ചുള്ള 324, 326 അങ്ങനെയുള്ള കേസുകളാണ് വരുന്നത്. പക്ഷേ പോലീസുകാർക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ആളെയാണ് അടിക്കുന്നത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ IPCയുടെ വകുപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ വകുപ്പും കൂടി ചേർത്തിട്ട് വേണം അവർ കേസ് ഫയൽ ചെയ്യാൻ. അപ്പോൾ 2 ക്രിമിനൽ കേസ് അല്ലെങ്കിൽ 2 രീതിയിലുള്ള ക്രിമിനൽ കേസ് വരുന്ന സാഹചര്യമുണ്ട്. മറ്റേ കേസ് തന്നെ പോയാൽ ഈ കേസ് നിൽക്കുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എത്രമാത്രം നമ്മളുടെ പോലീസുകാർക്കൊക്കെ എത്രമാത്രം അതിനെക്കുറിച്ച് നോളജ് ഉണ്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങളിത് കേൾക്കുന്നവരെങ്കിലും മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള ആളുകളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഈ നിയമത്തിൽ ക്രിമിനൽ പ്രൊവിഷനുണ്ട്. ഉറപ്പായിട്ടും ഇതനുസരിച്ച് കേസ് ഫയൽ ചെയ്യാവുന്ന വ്യവസ്ഥകളുണ്ട്. അതുപോലെ തന്നെ ഡിസേബിൾഡ് ആയ പേഴ്സണെ അവരുടെ ചാർജുള്ള ആളുകൾ, അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ ചാർജുള്ള ആളുകൾ, എന്നുവെച്ചാൽ അവരുടെ വീട്ടിൽ നിൽക്കുന്ന ആളുകൾ ഭക്ഷണ പാനീയങ്ങൾ കൊടുക്കാതിരിക്കുക. ഭക്ഷണമൊക്കെ കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അതും അവർക്ക് കംപ്ലൈൻറ്റ് ചെയ്യാവുന്ന വകുപ്പാണ്. ഇതൊക്കെ ക്രിമിനൽ കുറ്റങ്ങളായിട്ട് കണക്കാക്കുന്നതാണ്. ഏതെങ്കിലും രീതിയിൽ ഇല്ലാത്ത രീതിയിലൊക്കെ പല മെൻ്റൽ ഇതൊക്കെ ആയിട്ട് വന്ന ഒത്തിരി ആളുകൾ പലപ്പോഴും അതിലേക്കാരൊക്കെ പരാതി പറയാറുണ്ട്. അതായത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നുള്ള പരാതിയൊക്കെ പറയാറുണ്ട്. പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നിയമം വന്നതിന് ശേഷം എന്ത് സംഭവിക്കാം? ക്രിമിനൽ കേസിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ 6 മുതൽ 5 വർഷം വരെയുള്ള തടവ് ശിക്ഷകൾ കിട്ടാവുന്ന വകുപ്പുകളാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് വേറൊരു വകുപ്പ്, എല്ലാ സെൽഫ് ഗവൺമെൻറ്റുകളും അവരുടെ പ്ലാൻ ഫണ്ടിൻ്റെ 5% ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് വേണ്ടി മാറ്റി വെക്കണം എന്ന് നിയമത്തിൽ പറയുന്നത്. പ്ലാൻ ഫണ്ടിന് 5%, ഇപ്പോൾ 500 കോടി ഉണ്ടെന്നുണ്ടെങ്കിൽ 50 കോടി അത്രയും രൂപ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുള്ളൂ. ആക്ട് മെയിനായിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, അതായത് ഇങ്ങനെയൊരു നിയമം വന്നിട്ടുണ്ട് എന്നും ഇതൊരു കൂട്ടുത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ഒരു നിയമം വന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എത്രയോ നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നിയമം വെറുതെ വന്നിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ അതൊരു കൂട്ടുത്തരവാദിത്തമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് ഇത് നമ്മളുടെ സമൂഹത്തിൻ്റെ ഒരു കടമയാണ്, അല്ലെങ്കിൽ ഒരു ബാധ്യത. ആ രീതിയിൽ നമ്മൾ ഇവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ അല്ലെങ്കിൽ ഇവരെ സമൂഹത്തിനെ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ട കടമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ള വ്യക്തമായ ഒരു ധാരണ നമുക്ക് വേണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു കടമയെക്കുറിച്ച് ബോധവാന്മാരായതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ സമയത്ത് നമ്മളൊക്കെയാണ് ഈ വർക്കിൻ്റെയാണ്, പക്ഷെ എന്നാലും നമ്മൾ വരാനുണ്ടായ ഒരു സാഹചര്യം അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ വ്യക്തികളും, അപ്പോൾ നിങ്ങൾ ഏത് സ്ഥലത്ത് അപ്രോച്ച് ചെയ്യുന്നോ, ഒരു സ്കൂളിലോ ഒരു കോളേജിലോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റോ ഏത് കാര്യത്തിനും ആയിക്കോട്ടെ, അങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊരു നിയമം ഉണ്ട്, വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ആ ഒരു രീതിയിൽ നമുക്ക് ഒത്തൊരുമിച്ച് ഈ ഒരു ചില കണക്കുകളൊക്കെ പ്രകാരം 10 20 കൊല്ലം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും 10 കൊല്ലം കഴിയുമ്പോഴേക്കും ഒരു എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള ഒരിത് ആരും പിന്തള്ളാത്ത ഒരവസ്ഥ നമ്മളുടെ ഓരോരുത്തരും നമ്മുടെ കുട്ടികളാകാം, നമ്മുടെ സഹോദരങ്ങളാകാം. അപ്പോൾ സമൂഹത്തിൽ ഒരു കാരണവശാലും ആരും പിറകോട്ട് പോകാതെ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട എല്ലാവരും തുല്യരാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു അപ്രോച്ച് നമുക്ക് നേടാൻ സാധിക്കണം. അതിന് എല്ലാവരുടെയും സഹായം നമുക്ക് വേണം. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും നിയമം ആ സമയത്ത് നല്ല രീതിയിൽ തന്നെ സഹായിക്കാനുണ്ടാവും. അതിനെക്കുറിച്ച് അറിയില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളോട് സംസാരിക്കുക. എന്തൊക്കെ പ്രയോജനങ്ങൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും എനിക്ക് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊരു അവസരം കിട്ടിയതിന് ഞാൻ വളരെ ഹാപ്പിയാണ്. എങ്കിൽ പോലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് സമൂഹത്തിൽ നമ്മുടെ കടമകൾ നിർവഹിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് ഞാനിതിനെ കണക്കാക്കിയാണ്. എന്നെ ഇതിന് വിളിച്ച എല്ലാവർക്കും കൂടി നമ്മുടെ ഭരണഘടന നമുക്ക്
വാഗ്ദാനം ചെയ്യുന്ന, നിയമനിർമ്മാണത്തിലൂടെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന സുന്ദരമായ സമത്വതയെക്കുറിച്ച് RPWD 2016 ആക്ട് അമെൻമെന്റിന്റെ വെളിച്ചത്തിൽ നമ്മളോട് സംസാരിക്കുകയും ബോധവതികളാക്കുവാൻ സഹായിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പീന ചെറിയാന് ഞങ്ങളുടെ